നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പുതുപ്പള്ളി റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ക്വാർട്ടേഴ്സിലെ വൻ കവർച്ച. പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമെന്ന നിഗമനത്തിൽ പോലീസ്. കവർച്ച നടന്നത് അതീവ സുരക്ഷാ മേഖലയിൽ. 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നും കൊണ്ടുപോയത് 73 പവൻ സ്വർണം. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം. പാലാ സബ് കോടതി വിധിക്ക് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയെന്ന് DCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ റോണി കെ ബേബി. രാജമാണിക്യം റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളഞ്ഞത് കോടതിയിൽ തിരിച്ചടിയായി. പാമ്പാടി താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറുന്നു. ട്രോമ കെയർ ബ്ലോക്കും ഡയാലിസിസ് യൂണിറ്റും സജ്ജമായി. പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം മിഷനിൽപ്പെടുത്തി. നാടെങ്ങും തെരുവുനായ ശല്യം രൂക്ഷം. പൂഞ്ഞാർ തെക്കേക്കരയിൽ മദ്രസയിൽ പോയ കുട്ടികൾ തെരുവുനായ അക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വാർത്തകൾ വിശദമായി. പുതുപ്പള്ളിയിലെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിന്റെ ഓഫീസിനോട് ചേർന്നുള്ള ക്വാർട്ടേഴ്സിൽ നടന്ന കവർച്ചയ്ക്ക് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. അതീവ സുരക്ഷാ മേഖലയിലാണ് കവർച്ച നടന്നത് എന്നത് നാട്ടുകാരെ ഞെട്ടിച്ചു. 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നായി 73 പവൻ സ്വർണ്ണാഭരണം മോഷ്ടാക്കൾ കവർന്നു. പുതുപ്പള്ളി റബ്ബർ ബോർഡിന്റെ 2 ക്വാർട്ടേഴ്സുകളിൽ നടന്ന കവർച്ചയ്ക്ക് പിന്നിൽ പ്രൊഫഷണൽ സംഘമെന്ന് സംശയിച്ച് പോലീസ്. സമാന കവർച്ച കേസുകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുകയാണ്. ആളില്ലാത്ത ക്വാർട്ടേഴ്സുകൾ മുൻകൂട്ടി മനസ്സിലാക്കി മോഷണം ആസൂത്രണം ചെയ്തത് എന്ന് പോലീസ് സംശയിക്കുന്നു. ആൾതാമസമുണ്ടായിരുന്ന ക്വാർട്ടേഴ്സിന്റെ കതകുകൾ പുറത്തുനിന്നും ഓടാമ്പലിട്ട് പൂട്ടിയ നിലയിലായിരുന്നു. ഉത്തരേന്ത്യൻ സംഘങ്ങളും സംശയത്തിന്റെ നിഴലിലാണ്. ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നായി 73 പവൻ സ്വർണമാണ് മോഷ്ടാക്കൾ കവർന്നത്. ക്വാർട്ടേഴ്സുകളിലെ 1-2 നിലകളിലായുള്ള ആളൊഴിഞ്ഞ ക്വാർട്ടേഴ്സുകളിലാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത്. റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ സയന്റിസ്റ്റ് കാഞ്ഞിരപ്പള്ളി സ്വദേശി ഡോക്ടർ രേഖ, ഫാം ഓഫീസർ പെരുമ്പാവൂർ സ്വദേശി ജോയ് എന്നിവരുടെ ക്വാർട്ടേഴ്സുകളിലാണ് മോഷണം നടന്നത്. ഡോക്ടർ രേഖയുടെ ക്വാർട്ടേഴ്സിൽ നിന്നും 30 പവനും ജോയിയുടെ ക്വാർട്ടേഴ്സിൽ നിന്നും 43 പവനും മോഷ്ടിക്കപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. വിദേശത്ത് ടൂറിലായിരുന്നു ഡോക്ടർ രേഖ. ഇന്നലെ രാവിലെ മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് മോഷണം നടന്നത് എന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ വടക്കൻ ജില്ലകളിൽ മോഷണം നടന്നിരുന്നു. പരിശോധനയ്ക്കെത്തിയ പോലീസ് നായ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിന്നും ഓടി മോഷണം നടന്ന ക്വാർട്ടേഴ്സുകൾക്ക് സമീപമെത്തി. തുടർന്ന് സമീപത്തെ ചെറിയ പാറക്കൂട്ടത്തിലൂടെ ഊർന്നിറങ്ങി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമീപത്തെത്തി നിന്നു. പുതുപ്പള്ളിയിലെ റബ്ബർ ബോർഡിന്റെ കേന്ദ്ര ഓഫീസിനോട് ചേർന്നാണ് മോഷണം നടന്ന ക്വാർട്ടേഴ്സുകൾ. പ്രത്യേക സെക്യൂരിറ്റി സംവിധാനവും ഇവിടെയുണ്ട്. കേന്ദ്ര ഓഫീസ് സമുച്ചയത്തിലെ 90 ഏക്കറിൽ 126 ക്വാർട്ടേഴ്സുകളാണുള്ളത്. As I have told that it is under the control of the police. They are doing the investigations and 2 or 3 places it has happened. And until the investigation over, we are not in a position to say. Investigation is over by the police. Any security persons in night duty? We have a system of watchers here. Okay. But they are not professionals. We are just managing now in our campus. Do you suspect any people who? We are not in a position to say anything at this moment. How can we say this? Very unfortunate thing has happened in the campus, first time in this history of What about CCTV here? We don't have operational now, but at the moment it's not there. Rubber Board Authority will cooperate with the police inquiry? Surely 100%. അതിസുരക്ഷാ മേഖലയായ ഇവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ട്. ഇവരുടെ കണ്ണ് വെട്ടിച്ചാണ് മോഷണം നടന്നത്. കോമ്പൗണ്ടിനുള്ളിൽ CCTV സ്ഥാപിച്ചിട്ടില്ല. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നിർദ്ദിഷ്ട ശബരി വിമാനത്താവള പദ്ധതി പ്രദേശമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ ഭൂമിയുടെ അവകാശം സംബന്ധിച്ച പാലാ സബ് കോടതി വിധി ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് DCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ റോണി കെ ബേബി. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന ഡോക്ടർ MG രാജമാണിക്യം റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളഞ്ഞതാണ് കോടതിയിൽ സംസ്ഥാന സർക്കാർ തോൽക്കാനിടയായതെന്നും പ്രൊഫസർ റോണി കെ ബേബി കുറ്റപ്പെടുത്തി. നിർദ്ദിഷ്ട ശബരി വിമാനത്താവള പദ്ധതി പ്രദേശമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ 2263 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സർക്കാരിനല്ലെന്നും അയന ചാരിറ്റബിൾ ട്രസ്റ്റിന്റേതാണെന്നുമുള്ള പാലാ സബ് കോടതി വിധി ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഫലമാണെന്ന് DCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ റോണി കെ ബേബി. കഴിഞ്ഞ LDFന്റെയും UDFന്റെയും സർക്കാരുകൾ നിയോഗിച്ച 8ഓളം കമ്മീഷനുകൾ ഈ ഭൂമി സർക്കാരിന്റേതാണെന്ന് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിലേറിയപ്പോൾ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് 6 മാസത്തിന് ശേഷം നിലപാട് മാറ്റിയതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്ന് പ്രൊഫസർ റോണി കെ ബേബി ആരോപിക്കുന്നു. അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് ഇത് സർക്കാർ ഭൂമിയാണ് എന്നായിരുന്നു. കേരള നിയമസഭയിൽ
അദ്ദേഹം എഴുതി നൽകിയ മറുപടിയിൽ കൃത്യമായി പറയുന്നുണ്ട് ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയാണ്. പക്ഷെ അതിനുശേഷമാണ് ഹാരിസൺ മലയാളം കമ്പനിയുടെ ഉദ്യോഗസ്ഥന്മാരുമായി മുഖ്യമന്ത്രി നേരിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയുണ്ടായി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഗവൺമെൻറ് നിലപാടുകൾ മാറ്റുന്നു, അവിടെ വിമാനത്താവളം വരുവാൻ വേണ്ടി പ്രഖ്യാപനം ഉണ്ടാകുന്നു. അതിനുശേഷം റാന്നി MLA ആയിരുന്ന രാജു എബ്രഹാം നിയമസഭയിൽ ചോദ്യം ചോദിക്കുന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഈ ഭൂമി ഹാരിസൺ മലയാളത്തിൻ്റെതാണ് എന്നാണ്. 6 മാസം മുമ്പ് ഇത് സർക്കാർ ഭൂമിയാണ് എന്ന് നിലപാടെടുത്ത മുഖ്യമന്ത്രി 6 മാസം കഴിഞ്ഞപ്പോൾ ഇത് ഹാരിസൺ മലയാളത്തിൻ്റെ ഭൂമിയാണ് എന്ന് നിലപാട് മാറ്റിയതിന് പിന്നിലെ ഗൂഢലക്ഷ്യം എന്തായിരുന്നു എന്ന് ഇപ്പോൾ പാലാ കോടതിയുടെ വിധിയോടെ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. 2015 സർക്കാരിന്റെ സ്പെഷ്യൽ ഓഫീസറായ ഡോക്ടർ MG രാജമാണിക്യം ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാർ ഭൂമിയായി കണ്ട് ഏറ്റെടുക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഈ രേഖകളെല്ലാം പൂഴ്ത്തിവെച്ച് ഈ റിപ്പോർട്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സർക്കാർ നിലപാടെടുത്തു. രാജമാണിക്യം റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളഞ്ഞതാണ് പാലാ സബ് കോടതിയിൽ കേസ് തോൽക്കാൻ കാരണമായതെന്നും പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. പ്രത്യേകിച്ചും 2012 ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് വിജിലൻസ് നടത്തിയ എൻക്വയറി അവർ ഈ ഹാരിസൺ മലയാളത്തിൻ്റെ ആധാരം ഉൾപ്പെടെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ ആധാരം മുഴുവൻ ഫോർജറിയാണ്, ആ ആധാരം മുഴുവൻ വ്യാജമാണ് എന്ന റിപ്പോർട്ട് സഹിതം അതൊന്നും കോടതിയിൽ സമർപ്പിക്കാതെ ആ കേസ് തൂക്കുകയാണ്. വീണ്ടും അത് സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിക്കാതെ ആ കേസ് തള്ളിക്കളഞ്ഞു. അങ്ങനെയാണ് വീണ്ടും ഇത് പാലാ കോടതിയിൽ വരുന്നത്. പാലാ കോടതിയിൽ കേസ് തോറ്റതിൻ്റെ ഏറ്റവും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ രാജമാണിക്യം റിപ്പോർട്ട് സർക്കാർ തന്നെ തള്ളിക്കളഞ്ഞതാണ്. ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ അത് പരിഗണനയ്ക്ക് വന്നപ്പോൾ അതിന് അനുകൂലമായ വാദങ്ങൾ LDF സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ സ്വീകരിക്കാതിരുന്നുകൊണ്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉൾപ്പെടെ സർക്കാർ കേസ് തോറ്റുകൊടുത്ത് സർക്കാർ ഭൂമി കയ്യേറ്റക്കാർക്ക് വിട്ടുകൊടുത്ത ശേഷം ഭൂമി വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുകയാണെന്നും റോണി കെ ബേബി കുറ്റപ്പെടുത്തി. തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇടതു സർക്കാരിന് മാത്രമാണെന്നും പ്രൊഫസർ റോണി കെ ബേബി പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ട്രോമ കെയർ ബ്ലോക്കും ഡയാലിസിസ് യൂണിറ്റും സജ്ജമായി. 2,30,00,000 രൂപ ചെലവിലാണ് ട്രോമ കെയർ ബ്ലോക്ക് പണിതത്. 1,34,00,000 രൂപയാണ് ഡയാലിസിസ് യൂണിറ്റിന് ചെലവായത്. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ വിവിധ പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നു. 2,30,00,000 രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആധുനിക ട്രോമ കെയർ ബ്ലോക്ക് നാടിന് സമർപ്പിക്കാൻ സജ്ജമായി. ഇതോടെ സാധാരണക്കാരായ രോഗികൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കാതെ അടിയന്തര ചികിത്സാ സൗകര്യം ലഭ്യമാകും. 2,36,00,000 രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ആധുനിക ബ്ലോക്കിന് പിന്നാലെയാണ് പുതിയ ട്രോമ കെയർ സൗകര്യവും പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. വൃക്ക രോഗികൾക്ക് വലിയ ആശ്വാസം പകരുന്ന ഡയാലിസിസ് യൂണിറ്റും ഉടൻ പ്രവർത്തനം ആരംഭിക്കും. കിഫ്ബിയിൽ നിന്നും 1,34,00,000 രൂപ അനുവദിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. 2016-ൽ 10ഓളം സർക്കാർ ആശുപത്രികളിൽ മാത്രമാണ് ഡയാലിസിസിന് സൗകര്യമുണ്ടായിരുന്നത്. ഇന്ന് പാമ്പാടി ഉൾപ്പെടെ 123 ആശുപത്രികളിൽ സൗകര്യങ്ങൾ വ്യാപിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ ട്രോമ കെയർ ബ്ലോക്കും ഡയാലിസിസ് യൂണിറ്റും സജ്ജമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. ഈരാറ്റുപേട്ട തെക്കേക്കരയിൽ തെരുവുനായ ശല്യം രൂക്ഷം. ഇന്ന് രാവിലെ മദ്രസയിൽ പോയ കുട്ടികൾക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുത്തു. കുട്ടികൾ തലനാരിഴയ്ക്കാണ് അക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഈരാറ്റുപേട്ടയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതായി പരാതി. ഇന്ന് രാവിലെ ഈരാറ്റുപേട്ട തെക്കേക്കരയിൽ മദ്രസയിലേക്ക് പോയ കുട്ടികൾക്ക് നേരെ തെരുവുനായ പാഞ്ഞെടുത്തിരുന്നു. സമീപത്ത് വീട്ടുമുറ്റത്തുകൂടി മദ്രസയിലേക്ക് പോവുകയായിരുന്ന 2 കുട്ടികൾക്ക് നേരെയാണ് നായ ഓടിയെത്തിയത്. നായ വരുന്നത് കണ്ട് കുട്ടികൾ അനസ് കൊടിക്കാപ്പുറമലിന്റെ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയായിരുന്നു. ഓടിയെത്തിയ നായ വീടിന്റെ മുൻവശം വരെ എത്തിയ ശേഷം തിരികെ പോയി. പിന്നാലെ 2 നായ്ക്കൾ കൂടി ഉണ്ടായിരുന്നതായി കുട്ടികൾ പറയുന്നു. കുട്ടികൾ ഓടുന്നതും നായ പിന്നാലെ വരുന്നതുമായ ദൃശ്യങ്ങൾ അനസിന്റെ വീട്ടിലെ CCTVയിൽ പതിഞ്ഞിട്ടുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. ഇളങ്കുളം ശ്രീ മുത്താരമ്മൻ കോവിലിലെ അമ്മൻകുട മഹോത്സവം സമാപിച്ചു. നിരവധി സ്ത്രീകൾ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചു. ഇളങ്കുളം ശ്രീ മുത്താരമ്മൻ കോവിലിൽ 3 ദിവസങ്ങളായി നടന്നുവന്ന അമ്മൻകുട മഹോത്സവം സമാപിച്ചു. പൊങ്കാലയും മഞ്ഞൾ നീരാട്ടുമായിരുന്നു സമാപന ദിവസത്തെ പ്രധാനപ്പെട്ട വഴിപാടുകൾ. കുടുംബ ഐശ്വര്യത്തിനും ദേവീ പ്രീതിക്കുമായി നിരവധി സ്ത്രീകൾ അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാലയിട്ടു. വർഷത്തിൽ 2 തവണ പൊങ്കാല അർപ്പിക്കുന്ന ക്ഷേത്രമാണിത്. പൊങ്കാലയ്ക്ക് ശേഷമായിരുന്നു മഞ്ഞൾ നീരാട്ട്. തുടർന്ന് നടന്ന ഗുരുതിക്ക് ശേഷം ക്ഷേത്രനട അടച്ചു. ഇന്ന് അടച്ച ക്ഷേത്രനട 7ാം ദിനമായ 27ാം തീയതി തുറക്കും. അന്നേ ദിവസം രാവിലെ 10 മണി മുതൽ പൊങ്കാലയും ഗുരുതി വഴിപാടും നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അമീലിയ ഡൊറോത്തിയ ബേക്കറിന്റെ 225ാം ജന്മദിനത്തോടനുബന്ധിച്ച് കോട്ടയം ബേക്കർ മെമ്മോറിയൽ സ്കൂളിൽ ആഘോഷ പരിപാടി നടന്നു.
കോട്ടയം നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്ഥാപകയായ അമീലിയ ഡൊറേത്തിയ ബേക്കറിന്റെ 225ാം ജന്മദിനം ആഘോഷിച്ചു. ദക്ഷിണേന്ത്യയിൽ സ്ത്രീ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ച വനിതയാണ് അമീലിയ ഡൊറേത്തിയ ബേക്കർ. സ്കൂൾ ഹാളിൽ നടന്ന ജന്മദിനാഘോഷം കോട്ടയം നഗരസഭാ ചെയർമാൻ MP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോട്ടയത്തിന് ബേക്കർ സ്കൂൾ നൽകിയ സംഭാവന വളരെ വലുതാണെന്ന് MP സന്തോഷ് കുമാർ പറഞ്ഞു. പറ്റുന്നതിനുള്ള വളർച്ചയ്ക്കുള്ള തുടക്കം ഈ ബേക്കർ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നടത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ ഇന്ന് നമുക്ക് വിരൽത്തുമ്പിൽ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനത്തെ കുറിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റിന്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ സംശയങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. പക്ഷെ ഈ സ്കൂളിലെ വിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർ നടത്തിയ സേവനം, ആ അധ്യാപകർ നമ്മുടെ രംഗത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് സ്കൂളിൽ വന്ന കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും കുടുംബജീവിതം പോലും മെച്ചപ്പെടുത്തുന്നതിലേക്കുള്ള ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ട് പോയിരുന്നു എന്നുള്ളത് കോട്ടയംകാർ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ജേക്കബ് ജോർജ് അധ്യക്ഷനായി. മധ്യ കേരള മഹായിടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഷിബു തോമസ്, വൈസ് പ്രിൻസിപ്പൽ ബിനു വർഗീസ്, ആശ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. യോഗത്തിൽ നഗരസഭാ അധ്യക്ഷൻ MP സന്തോഷ് കുമാറിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴിക്കോട്ട് നടക്കുന്ന ഡിസബിലിറ്റി ഫെസ്റ്റിന് മുന്നോടിയായുള്ള വിളംബര കൂട്ടയോട്ടം നാളെ കാഞ്ഞിരപ്പള്ളിയിൽ നടക്കും. വൈകുന്നേരം 4 മണിക്ക് കാഞ്ഞിരപ്പള്ളി മൈക്ക ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കുരിശകവലയിൽ സമാപിക്കുന്ന രീതിയിലാണ് വിളംബര ഓട്ടം ക്രമീകരിച്ചിരിക്കുന്നത്. തണൽ കാഞ്ഞിരപ്പള്ളി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, സ്വരുമ പാലിയേറ്റീവ് കെയർ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, KMA ദയ ചാരിറ്റബിൾ സൊസൈറ്റി, അസർ ഫൗണ്ടേഷൻ എന്നിവ സംയുക്തമായാണ് വിളംബര കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ എന്ന പേരിൽ കോഴിക്കോട് കടപ്പുറത്ത് ഈ മാസം 29, 30, 31 ഫെബ്രുവരി 1 തീയതികളിൽ നടത്തപ്പെടുന്ന കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ, അതിനോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും ഒരു വിളംബര ജാഥ നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളിയിൽ നാളെ 22 ജനുവരി 22 വൈകുന്നേരം 4 മണിക്ക് മൈക്ക ജംഗ്ഷനിൽ നിന്നും ഒരു കൂട്ടനടത്തം സംഘടിപ്പിക്കുന്നു. ഈ കൂട്ടനടത്തം വൈകുന്നേരം 4 മണിക്ക് കാഞ്ഞിരപ്പള്ളി SHO ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതും കുരിശിങ്കൽ ജംഗ്ഷനിൽ സമാപിക്കുന്നതുമാണ്. കോട്ടയം പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറിയും ചിത്രകാരനുമായിരുന്ന തോമസ് ആന്റണിയുടെ സ്മരണാർത്ഥം കുട്ടികളുടെ സംസ്ഥാനതല ചിത്രരചന കാർട്ടൂൺ മത്സരം കോട്ടയത്ത് സംഘടിപ്പിക്കുന്നു. ഓർമ്മ വസന്തം സീസൺ 4 എന്ന പേരിൽ നടക്കുന്ന പരിപാടി ജനുവരി 26 തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. താല്പര്യമുള്ളവർ 9495 6598 90 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഓർമ്മ വസന്തം സീസൺ 4 എന്ന കുട്ടികളുടെ ചിത്രരചനാ മത്സരം കോട്ടയത്ത് നടത്തിയാണ്. കോട്ടയം പ്രസ് ക്ലബ്ബ് മുൻ സെക്രട്ടറി ചിത്രകാരനുമായിരുന്ന തോമസ് ആന്റണിയുടെ സ്മരണാർത്ഥമാണ് കുട്ടികളുടെ സംസ്ഥാനതല ചിത്രരചനാ കാർട്ടൂൺ മത്സരം സംഘടിപ്പിക്കുന്നത്. കേരള ചിത്രകലാ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റിയും കോട്ടയം പ്രസ് ക്ലബ്ബും സംയുക്തമായിട്ടാണ് ഓർമ്മ വസന്തം സീസൺ 4 എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനുവരി 26 തീയതിയാണ് രാവിലെ 9:30 മുതൽ കോട്ടയം CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ മത്സരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുപ്പള്ളി റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ ക്വാർട്ടേഴ്സിലെ വൻ കവർച്ച, പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമെന്ന നിഗമനത്തിൽ പോലീസ്. കവർച്ച നടന്നത് അതീവ സുരക്ഷാ മേഖലയിൽ. 2 ക്വാർട്ടേഴ്സുകളിൽ നിന്നും കൊണ്ടുപോയത് 73 പവൻ സ്വർണം. ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം. പാലാ സബ് കോടതി വിധിക്ക് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചനയെന്ന് DCC ജനറൽ സെക്രട്ടറി പ്രൊഫസർ റോണി K. ബേബി. രാജമാണിക്യം റിപ്പോർട്ട് സർക്കാർ തള്ളിക്കളഞ്ഞത് കോടതിയിൽ തിരിച്ചടിയായി. പാമ്പാടി താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറുന്നു. ട്രോമ കെയർ ബ്ലോക്കും ഡയാലിസിസ് യൂണിറ്റും സജ്ജമായി. പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം മിഷനിൽപ്പെടുത്തി. നാടെങ്ങും തെരുവുനായ ശല്യം രൂക്ഷം. പൂഞ്ഞാർ തെക്കേക്കരയിൽ മദ്രസയിൽ പോയ കുട്ടികൾ തെരുവുനായ അക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.